എല്ലാ ദൈവമക്കളെയും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. 2024 നടക്കുവാൻ പോകുന്ന പാർലമെന്റ് ഇലക്ഷനെ കുറിച്ചുള്ള ഒരു ദൈവദാസന്റെ ആകുലതകൾ നിറഞ്ഞ ഒരു ശബ്ദരേഖ നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കുവാൻ സാധ്യതയുണ്ട്. ആ ശബ്ദരേഖ ഞാൻ ഒന്നുകൂടി നിങ്ങളെ കേൾപ്പിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഇന്നലെ രാവിലെ പതിവ് പോലെ ഞാൻ പല വിഷയങ്ങൾക്കുമായി പ്രാർത്ഥിക്കുമ്പോൾ, എന്നും ചെയ്യുന്നത് പോലെ ഇന്ത്യക്കായി പ്രാർത്ഥിക്കുമ്പോൾ ഈ ആലോചന എൻ്റെ ഹൃദയത്തിൽ പൊങ്ങി വന്നു. ഞാനത് നിങ്ങളുമായി പങ്കിടട്ടെ. ഈ വർഷം ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പാണ്. പ്രാർത്ഥിക്കണം. പല സ്റ്റേറ്റുകളിലും തിരഞ്ഞെടുപ്പുണ്ട്. പ്രാർത്ഥിക്കണം. ക്രിസ്തീയ പ്രവർത്തനത്തിനും ക്രിസ്തീയ വിശ്വാസികളുടെ ആരാധനയ്ക്കും മാത്രമല്ല, വിശ്വാസികളുടെ വീടുകളിലെ കുടുംബ പ്രാർത്ഥന പോലും ക്രിസ്തുവിരോധികൾ തടയുന്നു. വീട്ടുപ്രാർത്ഥന നടക്കുമ്പോൾ, സഭാരാധന നടക്കുമ്പോൾ ഏതൊരു നിസാരനും പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് ഇവിടെ മതം മാറ്റുന്നു എന്ന് പറയാം. ഉടനെ പോലീസ് വരുന്നു. അടികൊണ്ട ദേവദാസനെയും ഭാര്യയെയും സഭയിലെ കുറേ വിശ്വാസികളെയും കൊണ്ടുപോകുന്നു. അവിടെയും അടികിട്ടിയെന്ന് വരാം. മതം മാറ്റിയ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുന്നു. ജാമ്യം കിട്ടാൻ വക്കീലിനെ വിളിക്കണം. കേസ് തീരാൻ 5 വർഷമെങ്കിലും എടുക്കും. ഇതിനിടെ വക്കീലിന് എത്ര ലക്ഷം രൂപ കൊടുത്തിരിക്കണം? എവിടെ നിന്നുണ്ടാകും? അടികൊണ്ട ആ വ്യക്തിയുടെ ചികിത്സയ്ക്ക് ആരെ സഹായിക്കും? ഈ വർഷാദ്യമാണ് ഡൽഹിയിലെ ഒരു കൂടിവരവിൽ ക്രിസ്തീയ വിരോധികൾ മുഖം മൂടി ധരിച്ച് ഇരുമ്പ് കമ്പികളുമെടുത്ത് വിശ്വാസികളെ ആക്രമിച്ചത്. വീഡിയോ ടേപ്പ് ഞാൻ കണ്ടു. കേസില്ല. ഡൽഹിയിലെ പോലീസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഹോം അഫയേഴ്സിൻ്റെ കീഴിലാണ്. കഴിഞ്ഞ വർഷം UPയിൽ മതം മാറ്റുന്ന എന്ന ആരോപണത്തിൽ 300 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ ഒരൊറ്റ കേസ് പോലും ഈ ആരോപണം ശരിയാണെന്ന വിധി ഉണ്ടായിട്ടില്ല എന്നത് വലിയ ഒരു സത്യം വിളിച്ചു പറയുന്നു. ഇതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണ്, കള്ളക്കേസുകളാണ്. ആർക്കും പോലീസിൽ പരാതിപ്പെടാം. വർഷങ്ങളോളം കേസ് നടക്കും. ഒടുവിൽ കേസിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ് 3-5 വർഷങ്ങൾ കഴിയുമ്പോൾ കേസ് തള്ളിക്കളയുന്നു. ചിന്തിച്ചാട്ടെ, എത്ര പോലീസുകാരുടെ എത്ര മണിക്കൂറിലെ ജോലി, കോടതിയിലെ എത്രയെത്ര മണിക്കൂറുകളുടെ ജോലി ഈ ഒരു കള്ളക്കേസിന് തന്നെ ചെലവായി. ന്യായമായും ഈ ആരോപണം കൊടുത്ത വ്യക്തികളുടെ മേൽ ശിക്ഷ വിധിക്കുകയും ഈ തുക അവരിൽ നിന്നും ഈടാക്കുകയും ചെയ്യേണ്ടതല്ലയോ? ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. പകരം ഈ കള്ളക്കേസുകൾക്ക് ഇരയായ ക്രിസ്ത്യാനിയെ അടികൊണ്ട് സ്ത്രീ പുരുഷന്മാർ അവർ ജയിലിൽ കിടക്കുന്നു. പോലീസുകാരുടെയും ക്രിസ്തുവിരോധികളുടെയും ഭീഷണി നേരിടുന്നു. അവർക്ക് താങ്ങാൻ കഴിയാത്ത പണച്ചെലവുണ്ടായി വലിയ കടഭാരത്തിലാകുന്നു. അപ്പനും അമ്മയും ജയിലിൽ പോയി കഴിയുമ്പോൾ, പോലീസ് കസ്റ്റഡിയിലായിരിക്കുമ്പോൾ മക്കൾ പേടിച്ച് വിറച്ച് പലപ്പോഴും ആഹാരമില്ലാതെ വീട്ടിൽ കഴിയുന്നു. വാടക വീട്ടിൽ താമസിക്കുന്നവരെ വീട്ടുടമസ്ഥന് ഇറക്കി വിടാൻ ഭീഷണി കാരണം അഥവാ വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതിനാൽ നിർബന്ധിതരാകുന്നു. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അവിടെയും പരിഹാസവും ഭീഷണിയും ഉണ്ടാകുന്നു. ഈയിടെ ഒരു ഭരണ നേതാവ് പറഞ്ഞത്രേ, മതം മാറ്റുന്നവരുടെ വീട് ബുൾഡോസർ കൊണ്ട് നിരത്തും. അതായത് ഒരു വീട്ടിൽ പ്രാർത്ഥനാ യോഗം നടക്കുമ്പോൾ അവിടെ ഒരു ഹിന്ദുമത ഭക്തൻ വന്നിട്ടുണ്ടെങ്കിൽ, അഥവാ ഹിന്ദുമതത്തിൽ നിന്നും മതം മാറി വന്ന ഒരു വിശ്വാസി ഉണ്ടെങ്കിൽ, അഥവാ ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യൻ്റെ വീട് ഇടിച്ച് നിരത്താം. അല്ലെങ്കിൽ ആരെങ്കിലും കള്ളം പറയാം, എന്നെ മതം മാറ്റാൻ അയാൾ ശ്രമിച്ചു, എനിക്ക് രൂപ തരാമെന്ന് എന്നൊക്കെ കള്ളം പറഞ്ഞൊരു കേസുണ്ടായാലും അവരുടെ വീടിടിച്ച് നിരത്താം. മണിപ്പൂരിലെ കാര്യം പറയണമോ? ഏകദേശം 1 വർഷമായി കഷ്ടത്തിലായ ക്രിസ്ത്യാനികൾക്കായി ഒരു നീതിയും സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഇന്ത്യ ഗവൺമെൻറ്റോ ചെയ്തിട്ടില്ല. ആരും മിണ്ടിയിട്ടില്ല. സ്ത്രീകളെ നഗ്നരാക്കി തെരുവിലൂടെ നടത്തി. ചിന്തിച്ചാട്ടെ, നിങ്ങളുടെ അമ്മയാണെങ്കിൽ, പെങ്ങളാണെങ്കിൽ, മകളാണെങ്കിൽ. ആളുകളെ വെടിവെച്ച് കൊന്നു. ശവമടക്കാൻ അനുവദിച്ചില്ല. കൂടുതൽ വിവരം പത്രത്തിൽ വന്നു, നെറ്റിൽ നമുക്ക് കാണാം. ആരാധനയില്ല, പ്രാർത്ഥനയില്ല, വസ്ത്രം മാറാൻ വസ്ത്രമില്ല. സ്ത്രീകൾക്ക് പറയുന്നില്ല ഞാൻ. കേരളത്തിലെ ചില കരുണയുള്ളവർ വസ്ത്രവും ധനസഹായവും അവിടെ കൊണ്ട് കൊടുത്തു. ഇത് തടയുവാൻ അവിടെയുള്ള ക്രിസ്തുവിരോധികൾ കേരളത്തിലെത്തി. ഇവിടുത്തെ ക്രിസ്തീയ നേതാക്കളോട് പറഞ്ഞു, അവരെ സഹായിക്കരുത്,
രൂപ ക്രിസ്ത്യാനികൾക്ക് കൊടുക്കരുത്, അവർ ആയുധം വാങ്ങും. തെളിവില്ല, പറയുകയാണ്. ഈ പറഞ്ഞവരുടെ വീടുകളിൽ തോക്കുകളുണ്ട്. അവർക്ക് എവിടെ നിന്ന് കിട്ടി ഈ തോക്ക് എന്ന് എല്ലാവർക്കും അറിയാം. അത് പിടിച്ചെടുക്കുവാൻ സർക്കാർ മെനക്കെടുന്നില്ല എന്നുള്ളതൊരു പരമാർത്ഥമാണ്. ഇതാ 2023 ക്രിസ്തീയ വിശ്വാസികൾക്കെതിരായി ആക്രമണത്തിൻ്റെ ഒരു സംഘടന മാത്രം തന്ന കണക്കാണിത്. UP 301, ഛത്തീസ്ഗഡ് 150, ജാർഖണ്ഡ് 49, ഹരിയാന 47, മധ്യപ്രദേശ് 36, കർണാടക 26, പഞ്ചാബ് 22, ബീഹാർ 14, ഗുജറാത്ത് 8, തമിഴ്നാട് 8, JNK 8, രാജസ്ഥാൻ 8, ഡൽഹി 8, മഹാരാഷ്ട്ര 6. ഇനിയുമുണ്ട്, കേരളത്തിൻ്റെ കണക്കില്ല. 23 സ്റ്റേറ്റുകളിലായി 720 കള്ളക്കേസുകൾ, ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഈ വർഷത്തെ ഇലക്ഷൻ പല വിധത്തിൽ നമുക്ക് എതിരാകാം. ക്രിസ്തു വിരോധികൾക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ സംഭവിക്കാവുന്ന ദോഷങ്ങൾ പലതാണ്. ആരാധന ക്ഷേത്രങ്ങളിലും പള്ളികളിലും മാത്രം എന്ന് നിയമമാക്കും. ഇതിന് മുസ്ലിങ്ങളും അനുകൂലമാണ്. കാരണം അവർക്കും വീടുകളിൽ ആരാധനയില്ല. ബാധിക്കുന്നത് ക്രിസ്ത്യാനികളെ മാത്രമാണ്. വടക്കേ ഇന്ത്യയിലെ 80-85% ആരാധനയും വീടുകളിലാണ്. ഭയപ്പെടുത്തിയോ വ്യാമോഹിപ്പിച്ചോ മതം മാറ്റിയാൽ ജയിൽ ശിക്ഷ നിയമം വരാം. നരകത്തെപ്പറ്റി പറഞ്ഞാൽ ഭയപ്പെടുത്തലാകും, സ്വർഗത്തെപ്പറ്റി പറഞ്ഞാൽ വ്യാമോഹമാകും. മതം മാറ്റുന്ന സഭകൾക്ക് സംഘടനയുടെ FCRA റദ്ദാക്കാം. ഓർക്കണം, വിദേശത്ത് സ്ഥിരമാക്കിയ ഇന്ത്യക്കാർക്ക്, ഒരു മലയാളിക്ക് രൂപ അയക്കാൻ ഇത് തടസ്സമാക്കും. FCRA ഇല്ലെങ്കിൽ അവർക്ക് അയക്കാനൊക്കെ സ്ഥിരതാമസമുള്ളവർക്ക്. റോഡിൽ നിന്നും ട്രാക്റ്റ് കൊടുക്കുന്നത്, കൺവെൻഷനിൽ സുവിശേഷം പ്രസംഗിക്കുന്നത്, TV-യിൽ പ്രസംഗിക്കുന്നതും മതം മാറ്റാൻ നിയമം മൂലം കഠിന കുറ്റമാകും. സ്വർഗമെന്ന് പറഞ്ഞാൽ നരകമെന്ന് പറഞ്ഞാൽ. പട്ടക്കാരെയും പാസ്റ്റർമാരെയും ക്രിസ്തീയ പ്രമുഖരെയും സ്ഥാനമാനങ്ങൾ നൽകി ക്രിസ്തീയ വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ കസേരയിൽ ഇരുത്താം. നമ്മളത് കണ്ടു തുടങ്ങി അല്ലേ? ഇനിയുമുണ്ട് അപകടത്തിൻ്റെ വിശാല മേഖലകൾ. ഇതിന് നാം എന്തു ചെയ്യണം? നമുക്ക് പ്രാർത്ഥിക്കണം. എൻ്റെ അപേക്ഷ, നമ്മുടെ എല്ലാ ആരാധനയിലും, അത് വീട്ടുപ്രാർത്ഥനയായാലും സഭാരാധനയിലായാലും കൺവെൻഷനിലായാലും ഉറക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമുക്ക് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും സുവിശേഷം പ്രസംഗിക്കാനും അനുവാദം തരുന്ന ക്രിസ്ത്യാനികളെ ദ്രോഹിക്കാത്ത, ആക്രമിക്കാത്ത പാർട്ടി, ആ പാർട്ടി മാത്രം അധികാരത്തിൽ വരണം. അങ്ങനെ ഒരു പാർട്ടി ഇല്ലെങ്കിൽ ഇന്നുള്ള പാർട്ടികൾ അവരുടെ നിയമങ്ങൾ, അവരുടെ നിഘണ്ടുവിലൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അതൊക്കെ മാറ്റട്ടെ. ഇത് പൊതിഞ്ഞു പറയുകയല്ല, ഉറക്കെ പരസ്യമായി പറയണം. 1, നമ്മുടെ ജനം കേൾക്കണം. 2, ക്രിസ്തു വിരോധികളുടെ കൊട്ടാരത്തിലും കോട്ടയിലും ഈ സന്ദേശം എത്തണം. വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ളവർ സന്ദേശം ഉണ്ടാക്കുക, വീഡിയോ ക്ലിപ്പിംഗ് ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യണം. ഞാൻ അയക്കുന്ന ഈ സന്ദേശം നിങ്ങൾക്കറിയാവുന്ന പാസ്റ്റർമാർക്ക് പ്ലീസ്, പട്ടക്കാർക്ക് പ്ലീസ്, തിരുമേനിമാർക്ക് അയക്കണമേ. ഇതാ ഒരു വേദവാക്യം ഞാൻ വായിക്കട്ടെ. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. നീ രാജധാനിയിൽ ഇരിക്കിയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മിണ്ടാതെ ഇരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിൻ്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്? ആർക്ക് അറിയാം? ചിന്തിക്കണം. ഒടുവിലല്ല, എസ്തേറിനെ പോലെ നമുക്കും 3 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിക്കാം. പെസഹ വ്യാഴാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച, ദുഃഖ ശനിയാഴ്ച. ഇപ്പോഴേ നമുക്ക് പ്ലാൻ ചെയ്യാം. ഉറക്കെ പറയാം, നമ്മുടെ മാസികകളിൽ എഴുതാം, സൂം യോഗങ്ങളിൽ പറയാം. നമുക്ക് വിടുതലും സ്വാതന്ത്ര്യവും ഇല്ല. ഇത് തരുന്ന പാർട്ടി അധികാരത്തിൽ വരട്ടെ. ഏറ്റവും ഒടുവിലായി നാം എല്ലാവരും വോട്ട് ചെയ്യണം. നാം വോട്ട് ചെയ്യാതെ ഇരിക്കുന്നത് ശത്രുവിനെ ജയിക്കാൻ സഹായിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. മാർച്ച് 28 പെസഹ, 29 ദുഃഖ വെള്ളിയാഴ്ച, 30 ദുഃഖ ശനിയാഴ്ച. പുരിയും ഉപവാസ പ്രാർത്ഥന ഇന്ത്യക്ക് വേണ്ടി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇത് കഴിയുന്നത്ര സർക്കുലേറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. സഭാ നേതാക്കന്മാരുടെ വീടുകളിലും വാട്സപ്പിലും എത്തണം. ഈ ശബ്ദരേഖ ഞാനിങ്ങനെ കേൾക്കുമ്പോൾ
എന്നെ ചിന്തിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിലെല്ലാത്തിലും കൂടി ഇന്ന് യാത്ര ചെയ്യുവാൻ താല്പര്യപ്പെടുന്നില്ല. ഏതായാലും വിശുദ്ധ വേദപുസ്തകം അടിസ്ഥാനപ്പെടുത്തി ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറയുന്നു എന്ന് മാത്രം. ഉലകത്തിലെ പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ബാബിലോൺ സാമ്രാജ്യം. അതിന്റെ നേതാവായിരുന്ന നെബൂഖദ്നേസർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒരാളെ രാജാവായി ഇരുത്തുന്നതും എഴുന്നേൽപ്പിക്കുന്നതും ദൈവമാണ് എന്നാണ്. ഇനി ബൈബിൾ മുഴുവൻ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇന്നയാളെ ദൈവം രാജാവാക്കിയെന്നും ഇന്നയാളെ ആ രാജാസനത്തിൽ നിന്ന് മാറ്റിയെന്നും പറഞ്ഞ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം. ഏതായാലും ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചാൽ നമ്മളെല്ലാവരും ശക്തിയോടെ പ്രാർത്ഥിക്കണമെന്നും ക്രിസ്ത്യാനികൾക്ക് അനുകൂലമായ ഒരു ഗവൺമെന്റ് വരണമെന്നുമാണ് ഈ സംസാരത്തിന്റെ ഇതിവൃത്തം. നാം ഒരു കാര്യം അറിയേണ്ടത്, ഒരാളെ രാജ്യത്തിന്റെ ഭരണത്തിൽ എത്തിക്കുന്നതും അയാളെ ഇറക്കുന്നതുമെല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവത്തിന്റെ ഹിതം ദൈവം നിറവേറ്റാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് പാപമൊന്നുമല്ല. നമുക്കുള്ള ജോലി എന്താണെന്ന് ചോദിച്ചാൽ, ഏത് ഭരണാധികാരി വന്നാലും ആ ഭരണാധികാരി വിവേകത്തോടുകൂടി പെരുമാറുവാൻ പ്രാർത്ഥിക്കുക എന്ന ഉത്തരവാദിത്വം മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ട് അയാൾ വിവേകത്തോടുകൂടി പെരുമാറിക്കൊള്ളണം എന്നൊന്നുമില്ല. ബൈബിൾ ത്രൂ ഔട്ട് നമ്മൾ പരിശോധിച്ചാൽ ഇസ്രായേൽ മക്കൾക്ക് എതിരായി നിന്ന ഫറവോനെയും സൈന്യത്തെയും നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണാം. അവിടെങ്ങും ഫറവോൻ ഇസ്രായേലിന് അനുകൂലമായി മാറാനുള്ളൊരു പ്രാർത്ഥനയല്ല നടക്കുന്നത്. അത്തരത്തിലൊരു പരിപാടിയല്ല ദൈവം ചെയ്യുന്നത്. ഫറവോൻ ഒരിക്കലും ഇസ്രായേലിന് പറ്റത്തക്ക നിലയിൽ, ഇസ്രായേലിന് അനുകൂലമായ നിലയിൽ മൂവാവുകയല്ല ചെയ്തത്. ഫറവോൻ കോപം കൂടി 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 ശരിക്കും അയാളുടെ സൈനിക ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ പായുന്നൊരു രംഗമാണ് നമ്മൾ കാണുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ ഇടപാടുണ്ടാകുന്നതും ഫറവോന്റെ രഥചക്രത്തിന്റെ യാത്രയെ താറുമാറാക്കുന്നതും ചെങ്കടൽ വിഭാഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ അപ്പുറം കടത്തിയിട്ട് ഫറവോനെയും സൈന്യത്തെയും ചെങ്കടൽ മുക്കുകയും ചെയ്തതാണ് നമ്മൾ കണ്ടത്. അല്ലാതെ ഇസ്രായേലിന് അനുകൂലമായൊരു സിറ്റുവേഷൻ ഈജിപ്തിൽ ഉണ്ടാക്കുകയല്ല ദൈവത്തിന്റെ പദ്ധതി. ഇത് നമ്മൾ ത്രൂ ഔട്ട് ബൈബിൾ മനസ്സിലാക്കണം. അത് തന്നെയാണ് നമ്മുടെയും പദ്ധതി. നമ്മളെ കർത്താവ് ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നത് നമുക്ക് സൗകര്യമായൊരു ഭരണ സംവിധാനം ഒരുക്കി തന്ന് കുശാലായിട്ട് 4 നേരം ഫുഡും കഴിച്ച് ഇവിടെ കിടന്നുറങ്ങുക എന്നുള്ളതല്ല നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. കർത്താവ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ ഒരുക്കിയാൽ ഞാൻ വരും, നിങ്ങളെ ചേർത്ത് എൻ്റെ അടുക്കൽ കൊണ്ടുപോകും. അതിനാണല്ലോ ദൈവമക്കൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കനാനിലെത്തേണ്ടുന്ന ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നാൽ പോരാ. ഈജിപ്തിൽ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നത് പരാജയമാണ്. അത് തിരുവചനപ്രകാരം അടിസ്ഥാനരഹിതമാണ്. ഇനി നിങ്ങൾ നോക്കൂ, നെബൂഖദ്നേസർ രാജാവ് ശദ്രക് മേശക് അബേദ്നെഗോയെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയുകയാണ്, ഞാൻ നിർത്തിയിരിക്കുന്ന ബിംബത്തെ നിങ്ങൾ ആരാധിക്കണം, ആരാധിച്ചില്ലെങ്കിൽ നിങ്ങളെ തീച്ചൂളയിൽ എറിഞ്ഞു കളയും. എന്താ സംഭവിച്ചത്? അവരവിടെ പറയുകയാണ്, അവരവിടെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ ഞങ്ങൾക്ക് അതിനുള്ള ശക്തി തരണം. നെബൂഖദ്നേസർ പിന്നെയും ആവശ്യപ്പെടുമ്പോൾ ഒരിക്കലും അവിടെ ശദ്രക് മേശക് അബേദ്നെഗോ കരം പിടിച്ച് ഒരുമിച്ച് നിന്ന് ഉപവസിക്കാൻ തയ്യാറായില്ല. അവർ പ്രാർത്ഥിക്കാൻ തയ്യാറല്ല. കർത്താവെ, ഈ തീരുമാനം ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമേ, ഈ വിധി ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമേ, രാജാവിന്റെ ഹൃദയം മാറ്റണമേ. ഈ പ്രാർത്ഥന ഒന്നും അല്ല അവിടെ നടക്കുന്നത്. അവർ ഡിസിഷനിലേക്ക് എത്തുകയാണ്. എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായും നേരത്തെ പഠിച്ചു വന്നിരിക്കുന്ന തിരുവഴുത്തിന്റെ ഉറപ്പ് അവർക്കുണ്ട്, തിരുവഴുത്തിന്റെ ഗ്രാഹ്യം അവർക്കുണ്ട്, അതിന്റെ പരിജ്ഞാനം അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ കരം കൊടുത്തു എന്ന് പറയുകയാണ്, രാജാവേ, നിങ്ങൾ തീയിൽ വലിച്ചെറിഞ്ഞാലും ശരി, നിങ്ങൾ ഞങ്ങളെ എന്ത് ചെയ്താലും ശരി, ഞങ്ങളുടെ ദൈവത്തെ അല്ലാതെ ഈ നിർത്തിയിരിക്കുന്ന ബിംബത്തെ ഞങ്ങൾ സേവിക്കില്ല. അപ്പോൾ രാജാവിന്റെ കോപം വർദ്ധിക്കുന്നു. 7 ഇരട്ടി തീയുടെ ചൂട് വർദ്ധിപ്പിക്കുന്നു. തീയുടെ ചൂട് 7 ഇരട്ടി വർദ്ധിപ്പിക്കുമ്പോഴും അവർക്ക് യാതൊരു പേടിയില്ല. അവർ കാത്തു നിൽക്കുന്നത് തീയിൽ ഞങ്ങളെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്ന് തന്നെയാണ്. ആ തീയുടെ നടുവിലാണ് 4-മനായി അവരുടെ രക്ഷകനായി കർത്താവ് തീയിൽ വെളിപ്പെടുന്നത്. എന്തുകൊണ്ട് നെബൂഖദ്നേസറിന്റെ മനസ്സ് മാറ്റിയില്ല? നെബൂഖദ്നേസറിന്റെ മനസ്സ് മാറ്റിയ തീരത്തൊക്കെ പ്രശ്നമല്ലേ ഉള്ളൂ? അല്ല, തീയുടെ നടുവിൽ ദൈവമഹത്വം വെളിപ്പെടുത്തേണ്ടതിന് നല്ല നട്ടലുറപ്പുള്ള ദൈവഭക്തന്മാരെ ദൈവത്തിന് ആവശ്യമാണ്. 2 ചാപ്റ്റർ കൂടെ അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ, 6-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ, ദാനിയേൽ പ്രവാചകനെ സിംഹത്തിന്റെ കൂടിലേക്ക് വലിച്ചെറിയുകയാണ്.
രേഖ തനിക്കെതിരായി എന്നറിയുമ്പോൾ ദാനിയേൽ ചെന്ന് ദിവസവും ചെയ്തു വന്നതുപോലെ 3 നേരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മുടെ അപ്പച്ചൻ പറഞ്ഞിരിക്കുകയാണ്, പെസഹ വ്യാഴാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും ദുഃഖ ശനിയാഴ്ചയും ഇന്ത്യയിലെ എല്ലാ പെന്തക്കോസ്തുകാരും ഉപവസിക്കണം. എന്തിനാണ്? നമുക്ക് പറ്റിയ ഭരണം വരാൻ വേണ്ടി. ഇപ്പറഞ്ഞ അപ്പച്ചന്റെ മകന്റെ കൂട്ടുകാരൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് വരുവാൻ നമുക്കെല്ലാവർക്കും കൂടി ഉപവസിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാകണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അയാള് തന്നെ ആ ഭരണത്തിലേക്ക് എത്തും. ഏത് ആള് ഭരണത്തിലെത്തിയാലും അത് ഇന്ത്യക്കാരാണ് നമ്മൾ എന്ന നിലയിൽ നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ്. അയാൾ നമ്മളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള തീരുമാനമെടുത്താൽ അതിന് നമ്മളെ നടത്തുവാൻ കഴിയുന്ന കർത്താവാണ് നമ്മൾ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്നത്. പൗലോസ് അവിടെ പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ കാക്കുവാൻ ശക്തനാണ്. ഈ മുഴുവൻ ഭൂമിയും തിരിച്ചു കറങ്ങിയാലും ഒരു ഭക്തനെ പരാജയപ്പെടുത്താനാവില്ല. കാരണം നമ്മോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ഒരു ഭരണാധികാരിയുടെയും ഓച്ചാനം കൊണ്ട് നമുക്ക് രക്ഷ കിട്ടേണ്ടെന്ന് ആവശ്യമില്ല. ആരുടെയും ഔദാര്യത്തിലല്ല ക്രിസ്തുവിന്റെ സഭ ഈ ഭൂമിയിൽ നിൽക്കേണ്ടുന്നത്. ആരുടെയും ഔദാര്യം അതിനാവശ്യമില്ല. കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. പിന്നെന്തിനാണ് നമ്മൾ ബേജാറാവേണ്ട കാര്യം? കർത്താവിന്റെ പേരിൽ നമ്മൾ വാരിക്കൂട്ടിയിട്ടുള്ള സ്വത്തുവകകൾ കണ്ടെത്തുന്നു എങ്കിൽ അതിനെക്കുറിച്ചുള്ള പേടിയാണെങ്കിൽ പേടിച്ചോളൂ. അതിന് കർത്താവ് പ്രൊട്ടക്ഷൻ വെക്കില്ല. കർത്താവിന്റെ പേരിൽ വാരിക്കൂട്ടിയിട്ടുള്ള സ്വത്തിനോ അതിന്റെ പേരിൽ വെച്ചുകൂട്ടിയിട്ടുള്ള ബിൽഡിങ്ങുകൾക്കോ ഒന്നും കർത്താവിന്റെ ദൂതന്മാരുടെ സംരക്ഷണം പ്രതീക്ഷിക്കുകയേ വേണ്ട. അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഭീതിയാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അത് നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. കർത്താവ് പറഞ്ഞത്, എന്നോട് ഇത് ചെയ്തെങ്കിൽ നിങ്ങളോടും ഇത് ചെയ്യും. എന്നെ കൊന്ന ലോകം നിങ്ങളെയും കൊല്ലും, പക്ഷെ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളെ ഉയർപ്പിക്കും, ഞാൻ നിങ്ങളെ എന്റെ സിംഹാസനത്തിൽ ഇരുത്തിക്കൊള്ളാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശ്വാസികൾ ബേജാറാവേണ്ട ഒരു കാര്യമില്ല എന്ന ഒറ്റ വാക്കിൽ ഉറപ്പിച്ചിട്ട് ഞാൻ ദാനിയേൽ പ്രവാചകനിലേക്ക് പോവുകയാണ്. ദാനിയേൽ പ്രവാചകൻ അവിടെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും പ്രശ്നം സോൾവ് ആയി. അവിടെ വളരെ ശ്രദ്ധിക്കണം. ദിവസവും ചെയ്തു വന്നതുപോലെ 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അല്ലാതെ ഇലക്ഷൻ വരുമ്പോൾ പെസഹ വേഴവും ദുഃഖവെള്ളിയും ദുഃഖ ശനിയും കൂടി ചേർന്ന് ഉപവസിക്കാൻ വാരിക്കെട്ടി ഇറങ്ങിയതല്ല. ദിനേന ചെയ്തു വന്നതുപോലെ ഭക്തനായ ദാനിയേൽ ദൈവസന്നിധിയിൽ ഉപവസിക്കുകയാണ്. അയാളുടെ വിശ്വസ്തതയ്ക്കെതിരെയാണ് യുദ്ധം നടക്കുന്നത്. അയാൾ വിശ്വസ്തനായിരുന്നത് കൊണ്ട് അയാളെ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ഇട്ടുകളയുവാനുള്ള പദ്ധതിയാണ് അവിടെ അണിയറയിൽ നടക്കുന്നത്. ഇതെല്ലാം ദാനിയേലിനറിയാം. ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, കൃത്യമായി ദാനിയേൽ സിംഹത്തിന്റെ ഗുഹയിൽ ഇടപെട്ടു. എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ദൈവത്തിന്റെ ദൂതൻ സിംഹത്തിന്റെ വായ അടയ്ക്കുവാൻ ഇറങ്ങി നിന്നു എന്നാണ് തിരുവെഴുത്ത് വായിക്കുന്നത്. അതുകൊണ്ട് അവിടെ രാജാവായിട്ടിരിക്കുന്ന ദാര്യാവേശിന്റെ ഭാവം മാറുകയല്ല വേണ്ടത്. അയാൾക്ക് ദാനിയേലിനോട് കൂറുവരികയല്ല വേണ്ടത്. ദാനിയേൽ സിംഹത്തിന്റെ ഗുഹയിൽ പോകണമെന്നുള്ളത് ദൈവിക നിർണയമാണ്. കാരണം അതിനകത്ത് വച്ച് സിംഹത്തിന്റെ വായ അടച്ചുകൊണ്ട് സാധാരണ രാജാവ് ദൈവമായി അഭിനയിച്ചിരിക്കുമ്പോൾ ആ രാജാവിന്റെ മുമ്പിൽ നീ അല്ലടോ ദൈവം എന്ന് തെളിയിച്ചു കൊടുക്കുവാൻ സാക്ഷാൽ ദൈവത്തിനൊരവസരമാണത്. ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ടാലേ ശരിയാകൂ. കാരണം മറ്റെല്ലാവരും ഭയന്നു പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഭക്തനായ ദാനിയേലിനെ കർത്താവ് സിംഹത്തിന്റെ ഗുഹയിലേക്ക് അയക്കുവാൻ തയ്യാറെടുക്കുന്നത്. ബാക്കി നിങ്ങൾക്കറിയാം എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഇനി ബൈബിളിൽ എവിടെയും നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, ഒരിടത്തും അവിടുത്തെ ഭരണാധികാരിയുടെ സ്വഭാവം മാറ്റി കർത്താവ് ജനത്തെ വിടുവിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഭരണാധികാരിയെ അവന്റെ വഴിക്ക് കർത്താവ് വിടുകയാണ് പതിവ്. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ് എല്ലാ മേഖലയിലും കാണുന്നത്. പീലാത്തോസിന്റെ മുമ്പിൽ യേശുക്രിസ്തു നിൽക്കുമ്പോൾ പീലാത്തോസ് പറയാണ്, നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയും. കർത്താവിന് വേണമെങ്കിൽ ഈ അപ്പച്ചൻ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ പീലാത്തോസിന്റെ വീട്ടിലെ അച്ചാറ് ഭരണിക്കകത്ത് കയറി ഒളിച്ചിരിക്കാമായിരുന്നു. പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു ഇയാളുടെ കേസിൽ ഇടപെടരുത്. പീലാത്തോസിന് കൃത്യമായിട്ട് അറിയാം ഇത് പ്രശ്നമാണ്. അതിനകത്ത് ഒരു വാക്ക് യേശു പറഞ്ഞിരുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിനെ നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ ഏതെങ്കിലും അച്ചാറ് ഭരണിക്കകത്ത് ഒളിച്ചിരിക്കാമായിരുന്നു. പക്ഷേ സ്വർഗത്തിൽ നിന്ന് ദൈവത്തോട് കൂടെ ഇരിക്കെ ദൈവമഹത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ആ സ്ഥാനം ഒഴിച്ചു വെച്ച വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് യേശു ക്രിസ്തു ഇറങ്ങി വന്നത് പീലാത്തോസിന്റെ അച്ചാറ് ഭരണിക്കകത്ത് ഒളിച്ചിരിക്കുവാനല്ല, പീലാത്തോസിന്റെ ഔദാര്യത്തിൽ ജീവിക്കാനല്ല, പീലാത്തോസിന്റെ കൽക്കളത്തിനകത്ത് ശിക്ഷ ഏറ്റുവാങ്ങുവാനും എല്ലാരാലും കൈവിടപ്പെട്ട് ക്രൂശിക്കപ്പെടുവാനും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വരുവാനുമാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്.
അതുകൊണ്ട് പീലാത്തോസിന്റെ കരുണയ്ക്കായി കാത്തിരിക്കാൻ പഠിപ്പിക്കലല്ല വേണ്ടത്, പ്രത്യുത മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുവാൻ കഴിയുന്ന അത്യന്ത ശക്തി വ്യാപരിക്കുവാൻ പാകത്തിനും ദൈവമക്കളെ സജ്ജരാക്കുകയാണ് വേണ്ടത്. ഇതൊക്കെ വളരെ കൃത്യമായി തിരിച്ചറിയണം. ഏതായാലും നല്ല പ്രായമുള്ള അപ്പച്ചനാണ്, ഒന്നും പറയാൻ നിവർത്തിയില്ല, പറയാതിരിക്കാനും നിവർത്തിയില്ല. ഇവരെയൊക്കെ കൃപയിലേക്ക് കൊണ്ടുവന്ന പാസ്റ്റർ ക്യാപ്റ്റൻ സാമുവേൽ അദ്ദേഹത്തിന്റെ ഓട്ടം തികച്ചു. തെരുവുകളിൽ കിടന്ന് ഒരുപാട് അടികൊണ്ടു, ഒരുപാട് വില കൊടുത്തു. ആ ഭക്തനായ മനുഷ്യൻ വിശുദ്ധിക്ക് വേണ്ടി അവസാനം വരെ നിന്നു. എല്ലാ ജനത്തെയും ദൈവകൃപയിൽ ഉറപ്പിച്ചിട്ട് ആ മനുഷ്യൻ നിത്യതയിലേക്ക് കടന്നുപോയി. നമ്മൾ ദീർഘനാൾ ഇവിടെ കിടക്കുന്നതിൽ അർത്ഥമില്ല. ജനത്തിന്റെ ആത്മീകതയെ കുറയ്ക്കുകയാണ് നമ്മുടെ വാക്കുകളെങ്കിൽ, നമ്മുടെ പഠിപ്പിക്കലുകൾ ജനത്തിന്റെ ദൈവകൃപയെ ചോർത്തിക്കളയുകയാണ് എങ്കിൽ, തിരുവചനത്തിനകത്ത് നമ്മൾ വെള്ളം ചേർക്കുകയാണ് എങ്കിൽ, മായം ചേർക്കുകയാണ് എങ്കിൽ, ഒരുപാട് കാലം ഇവിടെ കിടന്ന് ശുശ്രൂഷിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. നമ്മൾ സ്വർഗത്തിൽ ചെന്ന് ന്യായവിധിക്ക് ചെന്ന് കണക്ക് കൊടുക്കേണ്ടി വരും എന്ന വസ്തുത മറക്കണ്ട. ഇവിടെ എത്ര കാലം എന്തൊക്കെ ചെയ്തു എന്നതല്ല അവിടുത്തെ ചോദ്യം, ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ചെയ്യേണ്ടത് ചെയ്യാതെ ഇവിടെ കുറെ പ്രസ്ഥാനങ്ങളും ഉണ്ടാക്കി, കുറെ കാശുമുണ്ടാക്കി, കുറെ ബിൽഡിങ്ങുകളും വെച്ച് കുറെ മിഷനറിമാരെയും കൊണ്ടു നടക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ അപ്പച്ചൻ തന്നെ പണ്ടൊരിക്കൽ പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഉപവസിക്കാൻ പോകുന്നതിന് മുമ്പ് ഡോക്ടറെ പോയി കാണണം, എന്നിട്ട് ഡോക്ടർ നമുക്ക് റിപ്പോർട്ട് തരണം ഇയാളുടെ ബോഡി ഉപവസിക്കാൻ ഫിറ്റ് ആണെന്ന്. എത്ര പ്രയാസമുള്ള കാര്യമാണ് അപ്പച്ചോ. കാരണം ഒരാൾക്ക് ഉപവസിക്കേണ്ടി വരുന്ന സമയം ചിലപ്പോൾ അയാൾക്ക് എഴുന്നേറ്റ് നിൽക്കുവാനുള്ള ത്രാണി പോലും ഉണ്ടാവില്ല. അയാളുടെ രോഗത്തിൽ നിന്ന് സൗഖ്യത്തിന് വേണ്ടി അയാൾക്ക് ഉപവസിക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ വെള്ളമിറക്കാനുള്ള അനുവാദം പോലും അയാൾക്ക് ശരീരത്തിൽ ഉണ്ടായി എന്ന് വരില്ല. അതിന്റെ നടുവിൽ അയാൾക്ക് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും അകത്ത് ഉൾപ്രേരണ പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ ഡോക്ടറെ വിളിച്ച റിപ്പോർട്ട് എടുത്താൽ ഏത് ഡോക്ടറാണ് 3 നേരം തിന്നാതിരുന്നാൽ കുഴപ്പമില്ലെന്ന് റിപ്പോർട്ട് തരുന്നത്? 3 ദിവസം 9 നേരം ആഹാരം കഴിക്കാതിരിക്കാൻ റിപ്പോർട്ട് തരുന്ന ഏതെങ്കിലും ഒരു ഡോക്ടർ ഉലകത്തിലുണ്ടോ? 21 ദിവസം 66 നേരത്തെ ഫുഡ് ഒഴിവാക്കാൻ റിപ്പോർട്ട് തരാൻ, സർട്ടിഫിക്കറ്റ് തരുവാൻ ധൈര്യമുള്ള, ആംബിയർ ചങ്കൂറ്റമുള്ള ഏതെങ്കിലും ഡോക്ടർ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. 40 ദിവസം 120-ലധികം സമയമുള്ള ആഹാരം ഒഴിവാക്കി വച്ചാൽ ചത്തുപോകില്ലെന്ന് ഉറപ്പ് തരാൻ കഴിയുന്ന ഏതെങ്കിലും ഡോക്ടർ ഉണ്ടോ? ഇല്ല. പക്ഷേ 40, 21, 7, 3 ഒക്കെ ആയിട്ട് എത്രയോ പ്രാവശ്യം ദൈവമക്കൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചുമാണ് അവരുടെ ദൈവകൃപ നിലനിർത്തി പെട്ടിക്കകത്ത് കയറിയിട്ടുള്ളത്. ഇപ്പോഴും ദൈവഭക്തന്മാർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവകൾക്ക് ഡോക്ടറുടെ ആവശ്യം വേണമെന്ന് പറയുന്നത് അപകടം പിടിച്ച പരിപാടിയാണ്. ഇതേ അപ്പച്ചൻ പറഞ്ഞ മറ്റൊരു കാര്യവും ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊരു രോഗം വന്നാൽ നിങ്ങൾ ആദ്യം ഹോമിയോ കാണിക്കണം, പിന്നീട് ആയുർവേദം കാണിക്കണം, പിന്നീട് നിങ്ങൾ ഇംഗ്ലീഷ് മെഡിസിൻ കാണിക്കണം. അതിലും സുഖമാകുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കണം, അതിലും ശരിയായില്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഇരിപ്പ് എങ്ങനെയെന്ന് നോക്കണം. എന്ന് പറഞ്ഞാൽ അതിന് വല്ല ചൊവ്വാദോഷവും ഉണ്ടോ എന്ന് നോക്കണം, അതിന്റെ കന്നിമൂല എങ്ങനെയുണ്ടെന്ന് നോക്കണം എന്നുള്ള രീതിയിൽ ഇദ്ദേഹം സംസാരിച്ചത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഞാൻ അന്നൊന്നും ഇതിന് മറുപടി പറയാൻ പോകാത്തത് തന്നെയാണ്. മാന്യ സുഹൃത്തുക്കളെ, കന്നിമൂലയല്ല നമ്മുടെ ഭാവി നിർണയിക്കുന്നത്. നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ചിത്രയെയും മകയിരത്തെയും ചോദ്യയും ഒക്കെ ഉണ്ടാക്കിയ കർത്താവാണ് നമ്മുടെ കർത്താവ് എന്ന വസ്തുത തിരിച്ചറിയണം. സൂര്യചന്ദ്ര നക്ഷത്രാദികളെ നിയന്ത്രിക്കുന്ന നിയന്ത്രിതാവും അവകളെ സൃഷ്ടിച്ച സൃഷ്ടാവുമാണ് നമ്മുടെ കർത്താവ് എന്ന് തിരിച്ചറിയണം. ഗ്രഹനില ഗ്രഹപ്പിഴയാണെങ്കിലും ഗ്രഹനിലയെ നേരെയാക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ് എന്ന് തിരിച്ചറിയണം. ഹിസ്കിയാവിന്റെ ഘടികാരത്തെ തിരിച്ചു കറക്കാൻ കഴിഞ്ഞവനാണ് നമ്മുടെ കർത്താവ് എന്ന വസ്തുത തിരിച്ചറിയണം. അതുകൊണ്ട് തിരുവഴുത്തിനെ കുറിച്ച് ലഭ്യമാകേണ്ടുന്ന ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലാതെ ജനത്തിന്റെ ഹൃദയത്തിലേക്ക് ഭീതി പടർത്തുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഏത് ഭരണാധികാരി ഭാരതം ഭരിച്ചാലും, ഏത് ഭരണാധികാരി ഉലകം ഭരിച്ചാലും അതിന്റെ നടുവിൽ നിൽക്കേണ്ടതുപോലെ നിൽക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ദൈവം ദൈവജനത്തിന് നൽകിയിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, ഈ ലോകം നിങ്ങളെ ഒറ്റപ്പെടുത്തും, ഈ ലോകം കർത്താവിന് മുൾക്കിരീടം നൽകി, ആ ലോകം കർത്താവിന്റെ ശിഷ്യന്മാർക്ക് മുൾക്കിരീടം നൽകും. സംശയം വേണ്ട. ക്രിസ്തുവിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയ ലോകം ക്രിസ്തുവിന്റെ ഭക്തരുടെ മുഖത്തും കാർക്കിച്ചു തുപ്പും. സംശയം വേണ്ട. പക്ഷേ നമ്മെ കൈവിടാത്തവനാണ് ദൈവം. അക്കരെ കൊണ്ടെത്തിക്കാമെന്ന് വാക്ക് പറഞ്ഞവനാണ് കർത്താവ്. ആ കർത്താവ് നമ്മളെ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന ദൈവമല്ല. ആ കർത്താവാണ് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ പൊയ്ക്കൊള്ളുവിൻ. നിങ്ങൾ ചെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജനത്തെ സ്നാനം കഴിപ്പിക്കണം. ഞാനോ ലോകാവസാനത്തോളം, വാക്ക് വളരെ ശ്രദ്ധിക്കണം, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നമ്മളോട് കൂടെ കർത്താവ് അവസാനം വരെ ഉണ്ടെന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടർ കൈവിട്ടാലും നമ്മളെ കർത്താവ് കൈവിടുകയില്ല. ബന്ധുമിത്രാദികൾ കൈയൊഴിഞ്ഞാലും നമ്മളെ കർത്താവ് കൈയൊഴിയുകയില്ല. ഭരണാധികാരികൾ നമ്മളെ ഓടിച്ചിട്ട് കൊല്ലുമെന്ന് പറഞ്ഞാലും കർത്താവ് നമ്മളെ കൈവിടുകയില്ല.
അവൻ കൈവിടുന്ന ദൈവമല്ല. അതുകൊണ്ട് ഭാരതത്തിൽ കുറെ അധികം ചർച്ചുകൾ പൂട്ടി എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. നോർത്ത് ഇന്ത്യയിൽ ഒരുപാടിടങ്ങളിൽ മതപരിവർത്തനം നിരോധന ബില്ല് പാസാക്കി വെച്ചുകൊണ്ട് ദൈവമക്കൾക്കെതിരെ അനാവശ്യമായ കള്ളക്കേസുകൾ എടുത്തു എന്നുള്ളത് ശരി തന്നെയാണ്. ഇവകളൊന്നും തെറ്റെന്നല്ല പറയുന്നത്. കേരളത്തിലും അവകൾ നടക്കുന്നുണ്ട്. കൃത്യമായി ദൈവസഭയ്ക്കെതിരെ വെല്ലുവിളികൾ ഉണ്ടാകുന്നുണ്ട് എന്നതിന് സംശയമൊന്നും വേണ്ട. ഒരുപാട് പേർ തുറുങ്കിൽ അടയ്ക്കപ്പെടുന്നു എന്നതിന് സംശയം വേണ്ട. ഒരുപാട് പേർ പീഡിപ്പിക്കപ്പെടുന്നു, ഉപദ്രവിക്കപ്പെടുന്നു എന്നതിന് സംശയമൊന്നും വേണ്ട. പക്ഷേ ഇവകളുടെ എല്ലാത്തിന്റെയും നടുവിൽ നമ്മൾ കർത്താവിന്റെ മുഖത്താണ് നോക്കുന്നതെങ്കിൽ നമ്മൾ പരാജയപ്പെടില്ല. തിരമാലകളെ നോക്കി വിരണ്ടു നിൽക്കാതെ തിരമാലകളുടെ നടുവിൽ നിൽക്കുന്ന മരണത്തെയും പാതാളത്തെയും ജയിച്ച കർത്താവിന്റെ മുഖത്താണ് നമ്മൾ നോക്കേണ്ടത്. എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ 12-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവിൻ, യേശുവിനെ നോക്കുവിൻ. നമ്മൾ പരാജയപ്പെടില്ല. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും. ഉലകത്തിൽ നല്ല സൂപ്പർ ആരാധന ഞാൻ കണ്ടിട്ടുള്ള രണ്ടിടങ്ങൾ, ഒന്ന് സൗദി അറേബ്യയും മറ്റൊന്ന് പൂജപ്പുര സെൻട്രൽ ജയിലുമാണ്. എത്ര മനോഹരമാണ് അവിടങ്ങൾ. അതുകൊണ്ട് ഒരാളെ കാരാഗ്രഹത്തിൽ എത്തിച്ച് അതിനകത്ത് ആരാധിപ്പിക്കുവാൻ കർത്താവ് ഉദ്ദേശിച്ചാൽ ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. അല്ല, മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകാനാണ് കർത്താവിന്റെ ഉദ്ദേശമെങ്കിൽ അതിനുവേണ്ടി തയ്യാറാകൂ. നമ്മൾ എന്തിനാണ് ഭാരപ്പെടുന്നത്? ദൈവസഭ ആദ്യം ആരംഭിച്ചിരുന്നത് കാറ്റാറ്റൂംസിനകത്താണ്, കല്ലറകൾക്കകത്താണ്. അവിടെ നിന്ന് ആരംഭിച്ച് പിൽക്കാലത്ത് അത് പുറത്തേക്ക് വന്നു. റോമിൽ കുസ്തന്തിനോസിന്റെ ഭരണം വരുന്നതോടുകൂടിയാണ് സഭകൾ കാറ്ററ്റൂംസിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത്. പിന്നീടാണ് വമ്പൻ ബിൽഡിങ്ങുകളായി മാറിയത്. കൊട്ടാര സമാനമായ ബിൽഡിങ്ങുകൾ പിന്നീടാണ് സഭയ്ക്കുണ്ടായത്. ഇന്ന് ജനത്തിന് സഭയും മണിയും പുരോഹിതനും നടുക്കെട്ടും അതിന്റെ പുറകെ നടക്കുകയാണ് ജനം. ഇവറ്റകൾക്കൊരു വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ ഒരു പീഡ അഴിച്ചുവിടൽ കേരളത്തിൽ ഉണ്ടാകണം, ഭാരതത്തിൽ ഉണ്ടാകണം. അപ്പോഴേ ഒറിജിനൽ ക്രിസ്ത്യാനി ആര്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതാര് എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടാകൂ. കർത്താവിനെ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ് ഇറങ്ങിത്തിരിച്ച ഒരുത്തനും തല പോയാലും അവൻ മറ്റൊന്നിന്റെയും പുറകെ പോവില്ല. അല്ലാതെ ഇറങ്ങിത്തിരിച്ച എല്ലാവനും പകുതി വഴിയിൽ ഇട്ടേച്ചു പോകുമെന്നതിന് സംശയമൊന്നും വേണ്ട. പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ അടച്ച ചരിത്രം നമുക്കറിയാം. അവിടെയുള്ള ഭരണാധികാരികളെതിരായി പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിനകത്തടച്ചു. വല്ലാത്ത ഘട്ടത്തിലാണ് അടച്ചത്. വസ്ത്രം പറിച്ചുരിഞ്ഞു, റോഡിലൂടി വലിച്ചിഴച്ചു, കോലുകൊണ്ട് അടിച്ചു, കാലാമത്തിൽ വെച്ച് പൂട്ടി, കൈ ചങ്ങലക്കിട്ടു. അത്രയൊന്നും ഗതികേട് ഇവിടെ ആർക്കും വന്നിട്ടില്ലല്ലോ. അതിന്റെ നടുവിൽ ഇരുന്നു കൊണ്ട് അവർ ഭരണാധികാരിയുടെ മനസ്സ് മാറ്റാനല്ല പ്രാർത്ഥിച്ചത്, ദൈവത്തെ പാടി സ്തുതിച്ചു. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകി. നമ്മളിപ്പോൾ നമ്മുടെ പാർട്ടിയും ശക്തിയും മറ്റിതര സ്കോപ്പും വെച്ചുകൊണ്ട് ഇതിന്റെ അടിസ്ഥാനം ഇളക്കാൻ ശ്രമിക്കുകയാണ്. അതല്ല വേണ്ടത്. ദൈവ സാന്നിധ്യം വ്യാപരിക്കുവാനുള്ള സൗകര്യം ഉണ്ടാക്കിയാൽ അവിടെ കൃത്യമായി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകും. ഇല്ല, ശദ്രക് മേശക് അബേദ്നെഗോ പറഞ്ഞതുപോലെ അതിനകത്ത് മരിക്കുകയാണ് ദൈവ നിർണയമെങ്കിൽ അതിനുവേണ്ടി തയ്യാറാകണം. അതിനുവേണ്ടി ജനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഉപദേശിമാരായ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ജനത്തിന്റെ വിശ്വാസത്തിന്റെ പുറത്ത് ഭീതി പടർത്തുകയല്ല ചെയ്യേണ്ടത്. യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു എന്ന കാരണത്താൽ പത്രോസ് ലീഗനെയും ടീമുകളെയും പിടിച്ചുകൊണ്ട് പോയിട്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിർത്തിയ രംഗം നമുക്ക് പ്രവർത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ നിന്നും വായിച്ചറിയാം. പ്രവർത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 27 മുതൽ ചില വാക്യങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അങ്ങനെ അവരെ കൊണ്ടുവന്ന് ന്യായാധിപ സംഘത്തിന്റെ മുൻപാകെ നിർത്തി. മഹാപുരോഹിതൻ അവരോട്, ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ യെരുശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പത്രോസും ശേഷം അപ്പോസ്തലന്മാരും, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലങ്കയ്യാൽ ഉയർത്തിയിരിക്കുന്നു. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികൾ ആകുന്നു എന്ന് പറഞ്ഞു. വളരെ മനോഹരമായി യേശുവിന്റെ നാമത്തിൽ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞ് പ്രസംഗിച്ചു എന്ന് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നതെന്നും പറഞ്ഞു. ഞങ്ങളും പരിശുദ്ധാത്മാവും ഇക്കാര്യത്തിൽ സാക്ഷിയാണെന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവരെ ഒടുക്കിക്കളവാൻ ഭാവിച്ചു. അപ്പോൾ സർവ്വജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരു പരീശൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റ് അവരെ കുറെ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു. പിന്നെ അവൻ അവരോട്, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളിൻ. ഈ നാളുകൾക്ക് മുമ്പേ ത്യൂദാസ് എന്നൊരുവൻ എഴുന്നേറ്റ് താൻ മഹാൻ എന്ന് നടിച്ചു. ഏകദേശം 400 പുരുഷന്മാർ അവനോട് ചേർന്നുകൂടി. എങ്കിലും അവൻ നശിക്കുകയും അവനെ അനുസരിച്ചവരെല്ലാവരും ചിന്നി ഒന്നുമില്ലാതാകുകയും ചെയ്തു. അതിന്റെ ശേഷം ഗലീലക്കാരനായ യൂദ ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റ് ജനത്തിന്റെ പക്ഷം
ജനത്തെ തന്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു. അവനും നശിച്ചു, അവനെ അനുസരിപ്പിച്ചവരൊക്കെയും ചിതറിപ്പോയി. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമെന്ന് വരികിൽ അത് നശിച്ചു പോകും. ദൈവികം എങ്കിലോ നിങ്ങൾക്കത് നശിപ്പിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. അവർ അവനെ അനുസരിച്ചു. വളരെ രസകരമായൊരു സീനാണ്. അവരെ ഉപദ്രവിക്കാൻ വേണ്ടി നിൽക്കുന്നതിന്റെ നടുവിൽ അവർ യേശുവിനെ കുറിച്ച് പിന്നെയും ധൈര്യത്തോടു കൂടി പ്രസന്റ് ചെയ്തു. അപ്പോൾ അവർ കോപപരവശരായി എഴുന്നേൽക്കുമ്പോൾ അതിന്റെ ഇടയിൽ നിന്ന് ശരിക്കും എല്ലാവർക്കും മാന്യനായ ഒരാള് ഗമാലിയേൽ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് ശാന്തരാകീൻ. 2 കേസുകൾ അയാൾ റിപ്പോർട്ട് ചെയ്തിട്ട് പറയുകയാണ്, 2 പേര് നമുക്ക് നേരത്തെ ഇതുപോലൊക്കെ വന്നവരാണ്, അവരുടെ കൂടെ 400-ലധികം പേര് നിന്നിരുന്നു, പിൽക്കാലത്ത് അതെല്ലാം നശിച്ചുപോയി. അടുത്ത അയാൾ പറയുകയാണ്, ഇത് മാനുഷികം എന്ന് വരികിൽ അങ്ങ് നശിച്ചു പോകും, നിങ്ങളൊന്ന് ടെൻഷൻ പിടിക്കാതെ. ഇത് ദൈവികം എന്ന് വരികിൽ നശിപ്പിക്കാൻ കഴിയത്തുമില്ല. മാന്യ സുഹൃത്തുക്കളെ, നമുക്ക് കൃത്യമായ ബോധ്യമുണ്ടാവണം നാം ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. നമ്മൾ കർത്താവിന്റെ മക്കളാണെന്ന ബോധ്യം ആദ്യം ഉണ്ടാവണം. മക്കളായിട്ടില്ലെങ്കിൽ മക്കളാകണം. മക്കളാണെന്ന് അഭിനയിച്ച് ഈ കളരിക്കകത്ത് കാശുണ്ടാക്കി ജീവിക്കുകയാണ് എങ്കിൽ ദൈവത്തിന്റെ മക്കൾക്ക് ലഭ്യമാകുന്ന, ദൈവിക പുരോഹിതന്മാർക്ക് ലഭ്യമാകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇതിനകത്തുനിന്ന് വസൂലാക്കി സുഖേന ജീവിച്ചു പോവുകയാണ് എങ്കിൽ ഇത് മാനസാന്തരത്തിനൊരു സമയമാണ്. അല്ല, നമ്മൾ യഥാർത്ഥത്തിൽ ദൈവ മക്കളാണെങ്കിൽ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. കർത്താവ് നമ്മളെ കൈവിടുകയില്ല. ഇത്രയും പ്രശ്നമുണ്ടായിട്ടും കൂടെ ഇരുന്നവർ പറഞ്ഞു അപ്പസ്തലന്മാർക്ക് അടി കൊടുക്കുക. 40-ാം വാക്യം, അപ്പസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു, ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ചവരെ വിട്ടയച്ചു. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടുപോയി. എത്ര മനോഹരം! തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യത ഞങ്ങൾക്ക് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അടിയും കൊണ്ടുകൊണ്ട് പോയതാണ് നമ്മുടെ മുമ്പിലുള്ള പുരോഹിതന്മാർ, അപ്പോസ്തലന്മാർ. പക്ഷെ ഇപ്പോൾ സ്ഥലത്തുള്ളവർ, അപ്പോൾ സ്ഥലത്തുണ്ടായിരുന്നവർ അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ സ്ഥലത്തുള്ളവർ അടിയെന്ന് കേൾക്കുമ്പോൾ ഓടുകയാണ്. നമ്മുടെ ബിൽഡിംഗ് ഇടിച്ചു മറിക്കുമെന്ന് പേടിക്കുകയാണ്. നമ്മളെ ജയിലിലിടുമെന്ന് പേടിക്കുകയാണ്. ഉപദ്രവിക്കുമെന്ന് പേടിക്കുകയാണ്. പേടിക്കാനുള്ളതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിനെ ഉപദ്രവിച്ചു എങ്കിൽ നമ്മളെ ഉപദ്രവിക്കും. ക്രിസ്തുവിന്റെ അപ്പസ്തലന്മാരെ ഉപദ്രവിച്ചുവെങ്കിൽ നമ്മളെ ഉപദ്രവിക്കും. ഇസ്ലാമും കാത്തലിക്കും അതിനോട് ചേർന്ന നാമധേയ ക്രൈസ്തവർ, CSI അടക്കമുള്ളവർ ഇവിടുത്തെ ഭരണാധികാരികളോട് ചേർന്ന് നിൽക്കുന്നു. ദൈവമക്കൾക്ക്, രക്ഷിക്കപ്പെട്ടവർക്ക്, സുവിശേഷം അറിയിക്കുന്നവർക്ക്, സുവിശേഷകർക്ക് ഇവിടെ ജീവിക്കുവാൻ പ്രയാസമുണ്ടാകും. അവരിവിടെ ഒറ്റപ്പെടും, അവർ കൊല്ലപ്പെടും. അതുകൊണ്ട് മരിക്കുവാൻ തയ്യാറാവുകയാണ് വേണ്ടത്. ഏതു ഭരണം വന്നാലും ആ ഭരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് നമ്മുടെ അവകാശമാണ്. അവർ നമ്മളെ ഉപദ്രവിക്കുക അവരുടെ ജോലിയാണ്, അവരുടെ കർത്തവ്യമാണ്. ലെറ്റ് ദം ഡു ദാറ്റ്. നരേന്ദ്രമോദി ആദ്യം ഭരണത്തിൽ വരുമ്പോൾ 10 വർഷങ്ങൾക്ക് പുറകിൽ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്തിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നാളെയാണ് സത്യപ്രതിജ്ഞയെങ്കിൽ തലേ രാത്രിയിൽ മീറ്റിംഗ് നടക്കുകയാണ്. അപ്പൊ ഞങ്ങൾ അത് കാണാൻ വേണ്ടി പോയി. നമുക്കറിയാം, ഉലകത്തിൽ എവിടെ ദുരുപദേശം ഉണ്ടെങ്കിലും അത് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് ബാംഗ്ലൂരാണ്. അത് ബാംഗ്ലൂരിൽ നിന്ന് വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ, വ്യത്യസ്ത ജില്ലകളിലേക്ക് പോകുമ്പോൾ അവിടെ അതിനൊരു ഹബ്ബ് ഉണ്ട്. അതിന് തിരുവനന്തപുരത്തുള്ള ഹബ്ബാണ് കരിസ്മ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ. അവർ നടത്തിയ പ്രോഗ്രാമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുത്തരിക്കണ്ട മൈതാനത്തിലെ പ്രോഗ്രാം. അപ്പോൾ നരേന്ദ്രമോദി 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ഭരണത്തിൽ കയറുമ്പോൾ അതിന്റെ തലേ രാത്രിയാണ് ഈ പരിപാടി നടക്കുന്നത്. ഞങ്ങളിത് കാണാൻ വേണ്ടി പോയി. എന്താണ് സംഭവം? അപ്പോ സ്റ്റേജിൽ നിൽക്കുന്ന ഏതോ വിദ്വാൻ, അത് ഏവനാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അവൻ പറയുകയാണ്, നാളത്തെ ദിവസം നമ്മൾ കർത്താവിനായി പിടിച്ചെടുക്കണം. അതുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് നമുക്ക് അടുത്ത ദിവസത്തെ പിടിച്ചെടുക്കാൻ പോവുകയാണ്. രാത്രി 1 മണിക്ക് എത്ര കാര്യമാണ് ഈ പറയുന്നത്? എല്ലാവരും കൂടി ഇങ്ങനെ പിടിക്കുകയാണ്. പിറ്റേ ദിവസത്തെ പിടിച്ചെടുക്കുകയാണ്. പിടിച്ച് യൗമാർക്ക് വേണ്ടി എടുക്കുകയാണ്. എത്ര വിവരമില്ലാത്തവന്മാർ! ഈ ജനത്തെ നടത്തുന്ന യൗമാരെ കൗലയിടയന്മാരെന്നല്ലാതെ എന്താണ് പറയാൻ? ഇവർ പിടിച്ചിട്ട് കിട്ടിയോ? കിട്ടിയില്ല. നരേന്ദ്രമോദി 10 കൊല്ലം ഭരിച്ചു. എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ഒരു കുഴപ്പമുണ്ടായില്ല. ഇനിയും അയാൾ ഭരിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ചില പ്രവചനങ്ങൾ കേൾക്കുന്നുണ്ട്, അപ്രതീക്ഷിതമായി അദ്ദേഹം പരാജയപ്പെടുമെന്ന്. അയാൾ ജയിച്ചാലും പരാജയപ്പെട്ടാലും ആര് വന്നാലും നമുക്കൊരു കുഴപ്പമില്ല. ദൈവത്തിന്റെ ഹിതമുള്ള ആൾക്കാർ വരട്ടെ, രാജ്യം ഭരിക്കട്ടെ. നമ്മുടെ ആവശ്യം ഈ രാജ്യത്തിൽ ഒന്നുമില്ല. അല്പകാലം നമ്മൾ ഈ ഭൂമി നിൽക്കും. വളരെ വേഗം നമ്മുടെ കർത്താവ് വരാൻ പോകുന്നു. നമ്മൾ അക്കരയ്ക്ക് പോകാൻ പോവുകയാണ്. മാന്യ സുഹൃത്തുക്കളെ, കാര്യത്തിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയണം. നമ്മളെ കർത്താവ് രക്ഷിച്ചത് എന്തിനെന്ന് തിരിച്ചറിയണം. നമ്മൾ ഈ ഭൂമിയിൽ എത്ര കാലം ഉണ്ടാകുമെന്ന് തിരിച്ചറിയണം. നമ്മുടെ അവകാശം കഷ്ടതയാണെന്ന് തിരിച്ചറിയണം. സന്ധിയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർക്കും ഉഷസ്സിൽ ആനന്ദഘോഷം വരുമെന്ന് നമ്മൾ തിരിച്ചറിയണം.
സുഖേനയുള്ള ഒരു ജീവിതത്തിന് വേണ്ടി അല്ല കർത്താവ് നമ്മളെ രക്ഷിച്ചതെന്ന് തിരിച്ചറിയണം. നമുക്ക് ഈ ഭൂമിയിൽ ഒന്നും തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ആകെ തരാമെന്ന് പറഞ്ഞത് വസ്ത്രം തരാം, കഴിക്കാൻ തരാം, കുടിക്കാൻ തരാം, കിടപ്പാടം പോലും തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. എന്നിട്ടും കർത്താവ് കൃപയാൽ നമുക്കെല്ലാം തന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവകൾ ബുൾഡോസറിന് ഇടിച്ചു മറിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഭാരപ്പെടേണ്ടതില്ല. നമുക്ക് ശരീരം തന്നവൻ ഈ ശരീരം തിരിച്ചെടുക്കും. അതിനെക്കുറിച്ച് നമ്മൾ ബേജാറാകേണ്ട കാര്യമില്ല. അവിടെയാണ് പൗലോസ് പറയുന്ന വാക്കിന്റെ പ്രസക്തി കിടക്കുന്നത്. കൂടാരമാകുന്നതിന്റെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം എനിക്ക് സ്വർഗത്തിലുണ്ട് എന്ന് ഞാൻ അറിയുന്നു. ആകയാൽ ഈ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം ഞാൻ ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി എന്നെ ഒരുക്കിയിരിക്കുന്നത് കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ നിത്യതയ്ക്ക് പോകുവാൻ വേണ്ടി ഗൗരവമുള്ളവരായിരിക്കുക. ആത്മനിറവിൽ നമ്മൾ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ശരീരം വിട്ട് പുറത്തേക്ക് വരാനാണ്. അതുകൊണ്ട് ദേഹത്തെ കൊല്ലുന്നവനെ പേടിക്കണ്ട, ദേഹിയെ നരകത്തിൽ തള്ളുവാൻ കഴിയുന്നവനെ ഭയപ്പെടുക. ദേഹത്തെ കൊല്ലുന്നവനെ ഭയപ്പെടണ്ട, ദേഹിയെ നരകത്തിൽ തള്ളുവാൻ കഴിയുന്നവനെ ഭയപ്പെടുക. കർത്താവിനെ ഭയപ്പെടുക, ആ കർത്താവിനെ സേവിക്കുക. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ്, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ച് മരണത്തെയും പാതാളത്തെയും ജയിച്ച കർത്താവിനെയാണ് ഞാനും നിങ്ങളും രക്ഷകൻ എന്ന് അംഗീകരിച്ചിരിക്കുന്നതെങ്കിൽ, ആ കർത്താവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ടേറ്റ് പറഞ്ഞ് ദൈവമക്കളായി മാറിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് നിശ്ചയമായും കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തോട് കൂട്ടാളികളാകുവാൻ കഴിയും. നമുക്ക് നിശ്ചയമായും കർത്താവിന്റെ രാജ്യത്തിൽ കൂട്ടാളിയാകുവാൻ കഴിയും. കർത്താവിന്റെ കഷ്ടതയിൽ കൂട്ടാളിയാകുവാൻ കഴിയും. കർത്താവിന്റെ ആശ്വാസത്തിൽ കൂട്ടാളിയാകുവാൻ കഴിയും. കർത്താവിന്റെ സഹിഷ്ണുതയിൽ കൂട്ടാളിയാകുവാൻ കഴിയും. കർത്താവിന്റെ സിംഹാസനത്തിൽ കൂട്ടാളിയാകുവാൻ കഴിയും. നമ്മൾ പരാജയപ്പെടുകയില്ല. മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, പിശാചിനെ ജയിച്ചവൻ നമ്മുടെ കർത്താവാകയാൽ നമ്മൾ ലോകത്തിൽ ഏത് കസേരയിൽ ആരിയ്ക്കുന്നു എന്നതിനെ ചിന്തിച്ച് നമ്മൾ ആകുലരാകേണ്ടുന്ന കാര്യമില്ല. നമ്മെ വിളിച്ച കർത്താവ് ഉണ്മയുള്ളവൻ, വഴിയിലിട്ടേച്ചു പോകുന്ന ദൈവമല്ല. അതുകൊണ്ട് ഭയപ്പെടേണ്ടവനെ ഭയപ്പെടൂ, നിസ്സാരന്മാരെ വിട്ടുകളയുക. ദൈവം നമുക്ക് നിത്യതയ്ക്ക് എത്തുവാനുള്ള എല്ലാ ശക്തിയും പകരട്ടെ. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.